ഹായ് ഫ്രണ്ട്സ്, ഇന്ന് mishamax നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കുന്നത് മറ്റൊരു അടിപൊളി ഐറ്റമായിട്ടാണ്. അതായത് തനി നാടൻ ഐറ്റം ചക്കയുടെ ഉണ്ടാക്കില്ലേ നമ്മൾ, അതിൻ്റെ വേറെ ഒരു പകർപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടൈമിൽ മാത്രമേ നമുക്ക് ചക്കയുടെ ഉണ്ടാക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ എന്താ പറയുക, അത് വരട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ചായിട്ട് എടുത്ത് ഉപയോഗിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വിഭിന്നമായിട്ടും അതേപോലെ തന്നെ ഒരു ടേസ്റ്റിലും നമ്മൾ മറ്റൊരു ഐറ്റം ഉണ്ടാക്കുകയാണ്. അതും ഒരട തന്നെയാണ്. പക്ഷേ ചക്കയ്ക്ക് പകരം നമ്മൾ ചെറുപഴമോ അല്ലെങ്കിൽ ഏത്തപ്പഴമോ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ഏറ്റവും നല്ല ചെറുപഴമാണ്. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പൂവൻപഴമോ ആയിരിക്കും നല്ലത്. അതിൻ്റെ കൂടെ അരിപ്പൊടി, മറ്റ് കാര്യങ്ങളെല്ലാം സാധാ ചക്കയുടെ അതേ രീതി തന്നെയാണ്. എങ്കിലും ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ടേസ്റ്റിലോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വ്യത്യാസമില്ല. നല്ല ടേസ്റ്റ് തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇടനയിലേക്കകത്താണ് ഇത് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണോ അത് ഉണ്ടാക്കുന്നതെന്നും അതിൻ്റെ പാകങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇലയടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: പച്ചയരി നന്നായിട്ട് കുതിർത്തിയെടുത്തത്, ശർക്കര ഉരുണ്ട, ഏലക്ക, തേങ്ങ, ജീരകം, അത് ചെറുജീരകമായിരിക്കണേ, തുടച്ച് വൃത്തിയാക്കിയെടുത്ത ഇടനയിലിൻ്റെ ഇല, ഏത്തപ്പഴം ഒരെണ്ണം, അത് ഏത്തപ്പഴമാണെങ്കിൽ ഒരെണ്ണം, അല്ലെങ്കിൽ ചെറുപഴമാണെങ്കിൽ ഒന്നോ രണ്ടോ എടുക്കണേ. തനി നാടൻ രീതിയിൽ ഒല്ലിൽ ഇടിച്ചാണ് നമ്മളിത് എടുക്കുന്നത്. തുടർന്നുള്ള ഓരോ ഭാഗങ്ങളും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഒല്ലിനകത്തായിട്ട് ഇടിച്ച് അത് വാറ്റി വേർതിരിച്ചെടുത്ത്, തരി തീരെ കുറവുണ്ടാവരുത്, എന്നാൽ ചെറിയ രീതിയിൽ തരി ഉണ്ടാവുകയും ചെയ്യണം അരിക്ക്. അങ്ങനെ ആ രീതിയിലാണ് ഇത് തയ്യാറാക്കുന്നത്.